എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് തിരക്കിലാണ്. നമുക്കിന്നൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കല്യാണം ഒരു 11 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാവിലെ നമുക്ക് ജോലികളൊക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ ഒന്നും ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. പാലപ്പം ഉണ്ടാക്കി അതിൻ്റെ കൂടെ സോയ റോസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് വരുന്നില്ല, മോൾക്ക് നാളെ എക്സാം ഉള്ളതുകൊണ്ട് മോള് വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കല്യാണത്തിന് പോയത്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളും വന്നത്. കല്യാണത്തിൻ്റെ സമയം ഒക്കെ അടുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വടക്കേ വീട്ടിലെ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഞങ്ങളുടെ വടക്കേ വീട്ടിലെ കുട്ടികളൊക്കെയാണ് കേട്ടോ ആ പുറയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കല്യാണ പെണ്ണ് വന്നു കേട്ടോ, ഓഡിറ്റോറിയത്തിലേക്ക് വന്ന്. അങ്ങനെ ചെറുക്കനും വന്ന് അങ്ങനെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ചടങ്ങുകളൊന്ന് കണ്ടാലോ? മോൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഞങ്ങൾ നടത്തിയത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ. കല്യാണം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ റിസപ്ഷൻ ഉണ്ടായിരുന്നത് ഈ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കാനായിട്ടിരുന്ന്. നമുക്ക് പായസം വന്നപ്പോഴത്തേക്ക് 2 തരം പായസം ഉണ്ടായിരുന്നു. പിന്നെ പായസത്തിൻ്റെ കൂടെ ബോളി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സദ്യ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ. വീട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12:30 കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നേ. മാത്രമല്ല മോള് കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ചെന്നിട്ട് ചോറ് കൊടുക്കണം. അപ്പോൾ രാവിലെ ഞാൻ ചോറും കറിയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നത്. അത് വീഡിയോയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരക്കിട്ട് ജോലികളൊക്കെ ചെയ്തിട്ടാണ് രാവിലെ പോകുന്നത്. വീഡിയോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ മാറി ഒന്ന് കിടക്കിയിരിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം പോയി ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാല് വാങ്ങിയിട്ട് ചായയൊക്കെ ഇട്ട് പിന്നെ നമുക്ക് വൈകുന്നേരം ഇനി കഞ്ഞിയാക്കുക എന്നാണ് മക്കൾ പറയുന്നത്. അപ്പം ഞാൻ പിന്നെ വാഴച്ചുകൊണ്ടിരിപ്പുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കിയിട്ട് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചായ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് പിന്നെ വാഴച്ചുകൊണ്ടൊന്ന് കൊത്തി അരിഞ്ഞൊക്കെ വെക്കാം. അപ്പോൾ കറിയൊക്കെ പോകണമല്ലോ, അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് പെരട്ടിയൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന വാഴച്ചുണ്ടാണേ, അച്ഛൻ തന്നു വിട്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പുറകെ ഇടാവേ. അങ്ങനെ ഞാൻ അത് മാത്രമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.